ശ്രീകർ, അവന് എന്റെ ഭാര്യയാണെന്നുള്ള സത്യം എന്റെ വീട്ടുകാർക്കാർക്കും അറിയില്ലായിരിക്കാം. പക്ഷെ നിനക്കറിയില്ലേ ഭഗവാനെ, എന്താന്ന് വെച്ചാ എന്നെ അവനെയും തമ്മിൽ ബന്ധിപ്പിച്ചത് നീയല്ലേ. അതുകൊണ്ട് സത്യം പറയാനുള്ള ശക്തി കൊടുത്താ എന്റെ അച്ഛനും അമ്മയ്ക്കും ഈ കാര്യം കേട്ട് കഴിയുമ്പോ സങ്കടം വരാത്ത രീതിയിലാക്കിത്താ. മോളെ അവനി, വാ മോളെ. അദ്ദേഹത്തിന്റെ ഭാര്യയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ബന്ധുക്കളോട് പറയുമെന്ന് പറഞ്ഞ് എനിക്ക് അദ്ദേഹം ധൈര്യം തന്നു. നീ ഞങ്ങൾക്ക് ആശീർവാദം നൽകണേ ദൈവമേ. എല്ലാവരും ഒന്നുകൂടി അങ്ങോട്ട് നമസ്കരിച്ചോളാ. അമ്മേ, എല്ലാവരുടെയും പേരുള്ള അർച്ചന ആദ്യം നടത്താം. പ്രസാദറാവു നാമധേയസ്യ ധർമ്മഭക്തി വേദവതി നാമധേയസ്യ പൃഥ്വിരാജ് നാമധേയസ്യ ധർമ്മഭക്തി വസന്ത നാമധേയസ്യ രാധാകൃഷ്ണ നാമധേയസ്യ ധർമ്മപത്നി ലാവണ്യ നാമധേയസ്യ ശ്രീകർ നാമധേയസ്യ ധർമ്മപത്നി അവനി നാമധേയസ്യ കാവ്യാനാമധേയസ്യ സകുടുംബാനാം ക്ഷേമ ഐശ്വര്യ വിജയ. എന്താ സംഭവിച്ചേ? എന്ത് സംഭവിച്ചെന്ന് അങ്ങനെ കൂളായിട്ട് ചോദിച്ചാലോ? നിങ്ങൾ ചെയ്ത അർച്ചനയില് വലിയ അപശ്രുതിയാ കേട്ടത്. സാമ്പാറില് പല്ലി വീണ പോലെ. അപശ്രുതിയോ? ശരിക്കും മുന്നും പിന്നും ഒന്നും ചിന്തിക്കാതെ എന്തിനാ അങ്ങനെ ചെയ്തത്? നിങ്ങൾ തന്നെ ചെയ്തതാണോ, അതോ മറ്റാരെങ്കിലും കൂടുതൽ ദക്ഷിണ തന്ന് ചെയ്യിപ്പിച്ചതാണോ? നിങ്ങൾ എന്തിനെ കുറിച്ചായി പറയണെന്ന് എനിക്കൊന്നും തന്നെ മനസ്സിലാവണില്ല. എന്റെ ചെറിയ മകൻ ശ്രീകറും അവനിയും ഭാര്യ ഭർത്താക്കന്മാരല്ല. അതെയോ? അതെ തിരുമേനി, അവന് ഞങ്ങളുടെ അതിഥി. ഭഗവാനെ, എന്റെ ഭാര്യയെക്കുറിച്ചും ഞങ്ങളുടെ കല്യാണത്തെ പറ്റിയും തുറന്നു പറയാൻ വേണ്ടി നീ ഉണ്ടാക്കി തന്ന അവസരമാണോ ഇത്? ഇത് ഞാനൊരു അവസരമായി കാണണോ അതോ എന്ത് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിനാ അങ്ങനെ പറഞ്ഞത്? ഇതിന്റെ പിന്നിലുള്ള കാരണം എന്താ? എന്റെ ശ്രീകരായിട്ട് കല്യാണം കഴിക്കാൻ പോകുന്നത് ഞാനാ. എന്റെ പേരുണ്ടാവേണ്ട സ്ഥാനത്ത് ഏതോ പുറത്തുനിന്ന് വന്നവളുടെ പേര് നിങ്ങൾ എന്തിനാ പറഞ്ഞത്? എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നേ? എല്ലാവരും ക്ഷമിക്കുക. ഉദ്ദേശപൂർവം സംഭവിച്ച തെറ്റല്ല ഇത്. കുടുംബത്തിലുള്ളവരുടെ പേരൊക്കെ നോക്കി അങ്ങനെ ക്രമമായിട്ട് അർച്ചന ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. റിലേഷൻസ് എന്താണെന്ന് ചോദിച്ചറിയുന്നത് മിനിമം കോമൺ സെൻസ് അല്ലേ തിരുമേനി? എനിക്കൊരു തെറ്റ് സംഭവിച്ചോണ്ടല്ലേ മോനെ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിച്ചത്. എന്നാലും തിരുമേനി എങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചു മാത്രം അവളങ്ങ് ഭാര്യയായിട്ട് മാറുമോ? എന്തായാലും അവൻ അവന്റെ കൈകൊണ്ട് അവളുടെ കഴുത്തിൽ താലി കെട്ടിയാലല്ലേ അവള് ഭാര്യയാവൂ.
കല്യാണം കഴിയാത്തവർക്ക് ഭാര്യ ഭർത്താവ് എന്ന പേരിൽ ശിവന്റെ സാന്നിധ്യത്തിൽ അർച്ചന നടന്നിട്ടുണ്ടെങ്കിൽ അതിലെന്തോ പരമാർത്ഥമുണ്ടെന്നാണ് അർത്ഥം. പരമേശ്വരൻ ഇവരെ രണ്ടുപേരെ കുറിച്ചും എന്താ കരുതിയെന്ന് അവിടുന്ന് തന്നെ തീരുമാനിക്കും. ചെയ്തു തന്ന കാര്യങ്ങളൊക്കെ മതി പൂജാരി, ഈ കവറിംഗ് ഒന്നും വേണ്ട. നന്നായിട്ട് ന്യായീകരിക്കുന്നല്ലോ. സംഭവിച്ച തെറ്റിന് ഞാൻ ക്ഷമ ചോദിക്കുകയാണ് എന്ന് കരുതി ഞാൻ ന്യായീകരിക്കുകയാണെന്ന് വിചാരിക്കണ്ട. ഉത്തരം എവിടെയെങ്കിലും ഒരിടത്തുനിന്ന് കിട്ടും. ഞാൻ എടുത്ത തീരുമാനം നീ അംഗീകരിച്ചെന്നുള്ള സൂചന കിട്ടിയ പോലെ എനിക്കിപ്പോ തോന്നുന്നത്. തിരുമേനി, താങ്കൾ പൂജ പൂർത്തിയാക്കുക. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓം ശിവായ നമഃ, ഓം പരമേശ്വരായ നമഃ, ഓം ജടാധരായ നമഃ. ഇനി എല്ലാവരും പൂക്കൾ സമർപ്പിച്ചോളാം. ഹര ഹര മഹാദേവ ശംഭോ ശങ്കര. ഇപ്പൊ തനിക്ക് എന്താ തോന്നുന്നേ? സംഭവിച്ചത് കണ്ട് എങ്ങനെയാ റിയാക്ട് ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയിലായിട്ടാ ഞാന്. അത് ശരി, ഇനി എനിക്ക് തോന്നിയത് പറയട്ടെ. ഇത്ര കാലം മറച്ചു വെച്ച സത്യം ഇന്ന് തുറന്നു പറയാന്ന് പറഞ്ഞില്ലേ? അതിന് ശുഭസൂചനയായിട്ട് ഭഗവാന്റെ സമക്ഷത്തില് ഭാര്യ ഭർത്താക്കന്മാരായി നമ്മുടെ പേരില് അർച്ചന നടന്നില്ലേ? ഇതിനെയാ ദൈവനിശ്ചയം എന്ന് പറയുന്നേ. നമ്മള് ഭാര്യയും ഭർത്താവുമാണെന്ന് ആ ഭഗവാൻ എപ്പോഴേ അറിയാം. അതുകൊണ്ടാ അങ്ങനെ സംഭവിച്ചേ. സത്യം പറയാൻ തീരുമാനിച്ചപ്പോഴും എനിക്ക് എവിടെ ഒരു ഭയം ഉണ്ടായിരുന്നു. എന്നാ ഇപ്പോ ആ ഭയമൊക്കെ പോയി ഒന്നുകൂടെ ധൈര്യം കിട്ടിയിരിക്കുക. അവനി ഐ എം വെരി വെരി ഹാപ്പി. ആ നേരത്തെ എനിക്ക് എന്താ തോന്നിയെന്നറിയോ? കഴുത്തിലുള്ള എന്റെ താലി പുറത്തേക്കെടുത്ത് അർച്ചനയില് ഒരു അപശകനവും നടന്നിട്ടില്ല എന്ന് പറയാനാ എനിക്ക് തോന്നിയത്. എക്സാക്ട്ലി, എനിക്കും ഇതന്നെയാണ് തോന്നിയത്. സത്യമെല്ലാം തുറന്നു പറയാൻ വേണ്ടി ആ ഭഗവാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത ഓപ്പർച്യൂണിറ്റി ആയിട്ടാ എനിക്ക് തോന്നിയേ. പക്ഷേ അവിടെ എല്ലാരും ഉള്ളതുകൊണ്ട് സൈലന്റ് ആയിട്ട് നിൽക്കേണ്ടി വന്നു.
തന്നെ മരുമകളാക്കണോ എന്ന് നേരത്തെ കരുതിയിരുന്നല്ലേ. ഇപ്പൊ അമ്മയുടെ മനസ്സിൽ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടാവും. എനിക്ക് സത്യം പറയാനുള്ള എല്ലാ വഴികളും തുറന്നു വരിക അവനി. നിങ്ങൾ നമ്മുടെ കാര്യം പറയാൻ ശ്രമിക്കുന്ന ഓരോ തവണയും എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ നേരിടാറുണ്ടല്ലോ. ഇത്തവണയും അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് ചെറിയ ഭയം തോന്നുന്നുണ്ട് എനിക്ക്. ആവനി, അങ്ങനെയൊന്നും ഇനി ഉണ്ടാവില്ല. എല്ലാം പോസിറ്റീവായിട്ട് തന്നെ നടക്കും. ഇത്തവണ ഒരു തടസ്സവും ഉണ്ടാവില്ല. ശ്രീകർ നാമധേയസ്യ ധർമ്മപത്നി അവനി നാമധേയസ്യ. പരമേശ്വരന്റെ മുമ്പില് അവനിയുടെയും ശ്രീകറിന്റെയും പേരില് അർച്ചന നടന്നത് എന്നെ ഇപ്പോഴും അത്ഭുതപ്പെടുത്ത ചേട്ടാ. ആ ക്ഷണം എനിക്ക് എന്റെ ഹൃദയം നിലച്ച പോലെ തോന്നി. അത് യാദൃശ്ചികമാണോ അതോ ദൈവത്തിന്റെ തീരുമാനമാണോന്ന് എനിക്കെന്തോ മനസ്സിലാവുന്നില്ല. അതങ്ങനെ ദൈവത്തിന്റെ തീരുമാനമാകും വേദ. അവളുടെ നിന്റെ ജാതകം അല്ലാത്തപ്പോ അങ്ങനെ ഒരു കാര്യം എങ്ങനെയാ സംഭവിക്കുക? ഇന്ന് നടന്ന സംഭവങ്ങൾക്കൊക്കെ എന്തെങ്കിലും ശരിയായ ഒരു ഉത്തരം നമുക്ക് ലഭിക്കുമെന്ന് തിരുമേനി നമ്മളോട് പറഞ്ഞു. അതെന്തായിരിക്കും പറഞ്ഞത്? അത് അദ്ദേഹത്തിന്റെ വിശ്വാസം. പക്ഷെ നമ്മുടെ ആഗ്രഹം വേറെയാ. എത്രയോ നാളുകളായി പല നാടുകളുടെയും നന്മ മാത്രമേ നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളൂ. ആ ഒരു ഭാവി നിന്റെ ജാതകത്തിലുള്ളൊരു പെൺകുട്ടി വന്നാലേ നിലനിൽക്കുകയുള്ളൂ. അത് അന്നപൂർണാദേവിയുടെ കൽപ്പന. സാക്ഷാൽ ശിവൻ തന്നെ പല പല സന്ദർഭങ്ങളില് അന്നപൂർണാദേവിയുടെ മുന്നിൽ ഭിക്ഷ ചോദിച്ചതായി പുരാണങ്ങളിലുണ്ട്. അന്നപൂർണാദേവിക്കും ശിവനും അറിയാത്ത രഹസ്യങ്ങളുണ്ടാകും. നമുക്കെന്താ വേണ്ടതെന്ന് അവർക്കറിയാം. അങ്ങനെ ഒരു മരുമകളെ തന്നെ നമുക്ക് തരും. സംഭവിച്ചതൊക്കെ മറന്നേക്ക്. നല്ലത് മാത്രമേ സംഭവിക്കൂ. കേട്ടില്ലേ? പോവാം, വാ. ആകാശമുട്ട വിശപ്പുണ്ടായിട്ട് മരമുറി തേങ്ങയ കിട്ടിയെന്ന് പറഞ്ഞ പോലെ നമുക്ക് ആഗ്രഹം കൂടുതലാ. അത് നടക്കുന്ന കാര്യം മാത്രം ചിന്തിക്കണ്ട. രണ്ടാളുടെയും പേരിൽ അർച്ചന നടന്നതുകൊണ്ട് ആ അവന് ശരിക്കും ശ്രീഹരേട്ടന്റെ ഭാര്യ ആയതുപോലെ ഓവർ ജാടയിടുന്നുണ്ട്. ആവനിയെ ഒന്ന് പെടുത്താനായിട്ട് നമുക്കുള്ള പവർ മതിയാവില്ല. എക്സ്ട്രാ പവർ എന്തെങ്കിലും വേണ്ടിവരും. വേദവതിയൊക്കെ ഒന്ന് ഈ ക്ഷേത്രത്തിലേക്കാ. ഒരുപക്ഷെ അകത്തായിരിക്കും. അത് നോക്കി, അവരല്ലേ അത്? നമുക്ക് അങ്ങോട്ട് പോവാം. നമസ്കാരം. 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 സുഖാണോ? മനസ്സിലായില്ലേ? അന്ന് പെണ്ണ് കാണാൻ വേണ്ടി വീട്ടിൽ വന്നില്ലേ? ആ, ഓർമ്മ വന്നു. നിങ്ങളുടെ മോളെവിടെ? ദേ നിൽക്കുന്നു. നിങ്ങളുടെ മോളെവിടെ? ഞങ്ങളുടെ മോളല്ലേ ഇത്? ചേച്ചി, അവര് ചോദിക്കുന്നത് നിങ്ങള് മകളെ പോലെ കരുതുന്ന കുട്ടിയെ കുറിച്ചല്ല ചേച്ചി, നിങ്ങളുടെ സ്വന്തം മകള് ആവിനെ കുറിച്ചാ. അവനെ കുറിച്ചാണോ?
അതെ, എന്റെ ചേച്ചിക്ക് ഇപ്പോഴാ ലൈറ്റ് കത്തിയത്. ട്യൂബ് ലൈറ്റ് അല്ലേ? അവൾ അമ്പലത്തിലുണ്ട്. പ്രസാദറാവു സാറും വേദവതി അമ്മ എവിടെ? എന്താ കാര്യം? പെട്ടെന്ന് ഇവിടെ പ്രത്യക്ഷപ്പെട്ടത് എന്താ? നിങ്ങൾ ഈ അമ്പലത്തിലേക്ക് വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് നിങ്ങളെ കാണാൻ വേണ്ടി മാത്രമായിട്ട് വന്നതാ. എന്തിനാണാവോ? കല്യാണത്തിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയാ. അവന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞതാണല്ലോ. ഇഷ്ടമില്ലെന്നോ? എന്താ അച്ഛൻ അത് നിങ്ങളോട് പറഞ്ഞില്ലേ? പഠിക്കാൻ ആഗ്രഹമുണ്ട്, കുറച്ചുകൂടി സമയം വേണമെന്നാ അവര് പറഞ്ഞത്. ഓ, അങ്ങനെയാണോ പറഞ്ഞത്? ഹസ്ബൻഡ് ആവാൻ പോകുന്ന ആളിൽ നിന്നും അവൾ എന്താ എക്സ്പെക്ട് ചെയ്യുന്നേ? അത് ഞങ്ങൾക്കും അറിയില്ല. അറിഞ്ഞിട്ട് നിങ്ങൾ ഇനി എന്ത് ചെയ്യാനാ? അങ്ങനെ വിടാൻ പാടില്ല സിസ്റ്റർ. അച്ഛന്റെ അമ്മയുടെ മുന്നിൽ നിർത്തി ചോദിച്ചാ ഞങ്ങളുടെ ആവനിയുടെ മനസ്സിലുള്ളത് എന്താന്ന് അറിയാലോ. അങ്ങനെ ചെയ്യണോ? അങ്ങനെ വേണ്ടേ? ഞങ്ങളുടെ മോള് അവനിയെ നിങ്ങളുടെ മരുമകളായി സ്വീകരിച്ച 100 പുണ്യം കിട്ടും. ഞങ്ങൾ എന്തിനും തയ്യാറാ. നിങ്ങളുടെ മോളല്ലേ ഇതിന് സമ്മതം പറയേണ്ടത്. ലാവണ്യ, പാവം ഇവര് കല്യാണ കാര്യത്തില് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി ഇത്രയും ദൂരം ഇങ്ങോട്ട് വന്നേ. എല്ലാവരും ഇവിടെ തന്നെ ഉള്ളതുകൊണ്ട് തീരുമാനമാക്കാം. അച്ഛനമ്മയും വിളിച്ചോണ്ട് വാക്കോ. അതിന്റെ ഉള്ളിൽ ഇവരോട് പറയാനുള്ളത് ഞാൻ പറയാം. ശരി ശരി. വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? വേറെന്തുണ്ടാവാൻ സാർ, എല്ലാം നന്നായി പോകുന്നു. മോളുടെ കല്യാണം കഴിഞ്ഞോ? കഴിഞ്ഞല്ലോ അമ്മേ. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആരും ഇപ്പൊ അവിടെ ഇല്ല. അച്ഛനോടും അമ്മയോടും സത്യമൊക്കെ തുറന്നു പറയാൻ ഇത് തന്നെയാ നല്ല സമയം. താൻ ഇവിടെ നിൽക്കടോ, ഞാൻ സംസാരിച്ചിട്ട് വരാം, കേട്ടല്ലോ? സത്യം പുറത്തറിയാനുള്ള ആഗ്രഹം പോലെ തന്നെ തുടർന്നുണ്ടാവുന്ന പ്രശ്നങ്ങളെ പറ്റിയും തനിക്ക് പേടിയുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് തന്നെ മനസ്സിലാകും. പക്ഷെ താൻ പേടിക്കരുത്. അമ്മേ. എന്താ മോനെ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. കുറച്ച് കഴിയട്ടെ. അർജന്റാ അമ്മേ. അതുകൊണ്ടല്ല ശ്രീ, പരിചയമുള്ളവരോട് സംസാരിച്ചോണ്ടിരിക്കല്ലേ. എന്തോ അർജന്റാന്ന് പറഞ്ഞില്ലേ? കുഴപ്പമില്ല, സംസാരിച്ചിട്ടോ, നമുക്ക് പിന്നെ സംസാരിക്കാം. എന്നാ ശരി, നമുക്ക് പിന്നെ കാണാം. അപ്പൊ ശരി, കാണാം നമുക്ക്. എന്താ ശ്രീ? അമ്മേ, അത് അമ്മേ, നിന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം എന്തോ പറയാന്ന് പറഞ്ഞല്ലോ, അത് തന്നെയാണോ മോനെ? അതെ അച്ഛാ. നീ എന്താന്ന് പറ. അമ്മേ, എന്റെ സ്വഭാവത്തെ പറ്റി അമ്മയ്ക്ക് അറിയുന്നല്ലേ. ഞാൻ എന്ത് തീരുമാനം എടുത്താലും അതിന്റെ പിന്നില് തക്കതായ ഒരു കാരണമില്ലാതെ ഒന്നും ഞാൻ ചെയ്യില്ല എന്നുള്ള കാര്യവും അമ്മയ്ക്ക് അറിയില്ലേ. നീ ഇങ്ങനെ വളച്ചൊടിച്ച് പറയാതെ ഇങ്ങനൊരു ആമുഖത്തിന്റെ ആവശ്യം എന്താ? അതമ്മേ, ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യവും പറയാൻ പോകുന്ന കാര്യവും തമ്മിൽ ഒരു ബന്ധമുണ്ട് അമ്മേ. ശരി, നീ പറ. ഞാൻ ചെന്നൈയിൽ പോയ അന്ന്
ആ ചെന്നൈയിൽ പോയെന്ന് ഒന്നമ്മേ ഉണ്ടായത് എന്താന്ന് വെച്ചാ അമ്മേ അമ്മേ എന്താ? അമ്മയോട് സംസാരിക്കാൻ ഗസ്റ്റ് വന്നിട്ടുണ്ട്. ശ്രീകരൻ എന്തോ പ്രധാന കാര്യം പറയാനുണ്ടെന്ന്. അവരോട് കുറച്ച് കാത്തിരിക്കാൻ പറ. ശ്രീകർ, നീ പറയേ. അതച്ഛാ, ആ കാര്യം അതെന്താ? പറയടാ.